എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നു മുതൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക്സ് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ക്ലാസ്സുകൾ ഫ്രീ ആയിട്ട് നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് മോഡ്യൂൾ 1 ആണ്. ആദ്യത്തെ ചാപ്റ്റർ നിങ്ങൾ എന്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, വൈ ഷുഡ് യു ഇൻവെസ്റ്റ്. ഇപ്പം നമ്മൾ ചിന്തിക്കും എന്തിന് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊരു ഡൗട്ട് എല്ലാവർക്കും ഉണ്ടാവും. അത് ക്ലിയർ ചെയ്തതിന് ശേഷമാണ് നമ്മൾ അടുത്ത മോഡ്യൂളിലേക്ക് പോകുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനി മുതൽ ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ ഓരോ മോഡ്യൂൾസ് ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം മുതലേ പഠിക്കാൻ താല്പര്യമുള്ളവർ കണ്ടു തുടങ്ങുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്യുക. സൗജന്യമായിട്ട് പഠിക്കാനുള്ളൊരു പ്ലാറ്റ്ഫോമാണിത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും, ചിലവർ ഗൂഗിളിൽ കണ്ടിട്ടുണ്ടാവും ഓഷിയോളോ മക്കാട്ടി എന്ന് പറഞ്ഞ ഈ ലേഡിയെ പറ്റി. ഇവർ ശരിക്കും നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ തുണിയൊക്കെ അലക്കി ജീവിച്ചുകൊണ്ടിരുന്ന ഒരു ലേഡിയായിരുന്നു. 1900-ൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് കിട്ടുന്ന ചെറിയ പൈസകൾ ഇവർ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത് അവസാനം ഇവർ മരിക്കുമ്പോൾ ഇവർക്ക് $2,80,000 ഉണ്ടായിരുന്നു. ആ കാലത്ത് സാധാരണ വൈറ്റ് കോളർ നല്ല ജോലികളൊക്കെ ചെയ്തിരുന്നവർക്ക് പോലും ഉണ്ടാക്കാൻ പറ്റാത്തൊരു വെൽത്ത് അവർ അവരുടെ ചെറിയ ഡെപ്പോസിറ്റ് വഴി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് വഴി അവരുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്ന നിങ്ങളുടെ ഇടത് സൈഡിൽ കാണുന്ന ഒരു ഫോട്ടോയിൽ കാണാം, അവർ അതിൽ നിന്ന് അവരുടെ പൈസയിൽ നിന്ന് $1,50,000 അവർ ഡൊണേറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ളവരെ സഹായിക്കാനും എല്ലാം നിങ്ങളുടെ ആവശ്യത്തിനും പണം വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങണം. ഇതാണ് ഇതിൻ്റെ ബേസിക്സ്. ഇപ്പോൾ നിങ്ങൾക്കൊരു 6 ലക്ഷം രൂപ വരുമാനം ഉണ്ട് എന്ന് കണക്ക് കൂട്ടുക. അതായത് നിങ്ങൾക്ക് മാസം ഒരു 50,000 രൂപ നിങ്ങൾക്ക് സാലറി ഉണ്ട്. അപ്പോൾ അങ്ങനെ 12 മാസം ആകുമ്പോൾ നിങ്ങൾക്ക് 6 ലക്ഷം രൂപ ഒരു വർഷം വരുമാനമുണ്ട്. അപ്പോൾ അതിൽ നിങ്ങളുടെ എക്സ്പെൻസ് 3,60,000 ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ നിങ്ങളുടെ ഇൻകം വേറെ ആയിരിക്കും, എക്സ്പെൻസും എല്ലാവരുടെയും വേറെ ആയിരിക്കും. ഞാൻ ഒരു എക്സാമ്പിളിന് എടുത്തു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ബാക്കി വരുന്നത് 2,40,000 രൂപ ഒരു വർഷം മിച്ചമുണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങൾ 2 ലക്ഷം രൂപ ഒരു വർഷം നിങ്ങൾക്ക് സേവ് ചെയ്തു. നമ്മൾ അസ്യൂം ചെയ്യുന്നത് എല്ലാ വർഷവും നിങ്ങളുടെ സാലറി ഒരു 10% കൂടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ഇൻഫ്ലേഷൻ, അതായത് പണപ്പെരുപ്പം ഒരു 8%. അപ്പോൾ അങ്ങനെ കണക്ക് കൂട്ടി കഴിഞ്ഞാൽ 20 വർഷം നിങ്ങൾ വെറുതെ പൈസ വെച്ച് ഇരിക്കുകയാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ 20 വർഷത്തിൻ്റെ അവസാനം നിങ്ങൾക്ക് കിട്ടുന്നത് 1,80,000 ലക്ഷം രൂപയാണ് നിങ്ങൾക്ക് 20 വർഷം കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ അതിനു വേണ്ടി നിങ്ങളെ കാണിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു എക്സൽ ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് അല്പം കൂടി മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇത് വർഷമാണ്. ഇവിടെ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് എല്ലാ വർഷവും നമ്മുടെ സാലറി 10% കൂടുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്ലേഷൻ 8%, അതായത് എക്സ്പെൻസ് 8% എല്ലാ വർഷവും വർദ്ധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ വർഷത്തെ സാലറി 6 ലക്ഷം രൂപ, എക്സ്പെൻസ് 3,60,000, നിങ്ങൾ 2,40,000 രൂപ സേവ് ചെയ്യുന്നു. ഇങ്ങനെ നിങ്ങൾ സേവ് ചെയ്ത് 20 വർഷമാകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന പോലെ 1.78, അതായത് 1,80,00,000 രൂപയോളം നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് സഹായിക്കും. എന്നാൽ നിങ്ങൾ വീണ്ടും ഇതുപോലെ തന്നെ അടുത്ത വർഷം നിങ്ങൾ റിട്ടയർ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു 1,80,00,000 രൂപയുണ്ട്. എന്നാൽ എല്ലാ വർഷവും 8% വെച്ച് നിങ്ങളുടെ എക്സ്പെൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു 8 മുതൽ 10 വർഷം വരെ ചിലവാക്കാനുള്ള പൈസയെ ഈ 1.8 CR എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യുക. ഇപ്പോൾ റൈറ്റ് സൈഡിൽ ഈ ഗ്രീൻ കളർ കോളം നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇതും അതുപോലെ തന്നെ വർഷമാണ്. ഇയർലി ഇൻകം സെയിം തന്നെയാണ്, ഇവിടെ എടുത്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നു. എക്സ്പെൻസും സെയിം തന്നെയാണ്. ഇത് നമ്മുടെ പഴയ സേവിങ്സ് 1.78 CR ആവുന്നു. പക്ഷേ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് നിങ്ങളുടെ ഈ 2,40,000 രൂപ 12% നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഫിക്സഡ് ഡെപ്പോസിറ്റോ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിങ്ങൾ ഇടുന്നു 12%, അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ SIPയിലോ ഒക്കെ ഇടുന്നു. 12% റിട്ടേൺ ലഭിക്കുന്നുണ്ടെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഈ 2,40,000 രൂപ നമുക്ക് 2,68,800 ആയിട്ട് മാറുന്നുണ്ടായിരിക്കും. അതിനുശേഷം നമ്മൾ 20 വർഷം ഇങ്ങനെ കോമ്പൗണ്ട് ചെയ്ത് വന്നു കഴിയുമ്പോൾ ഈ പണം നമുക്ക് 4.7 CR, അതായത് 4,70,00,000 രൂപയായിട്ട് വളരുന്നതായിട്ട് കാണാം.
നിങ്ങൾക്ക് ഇതിൻ്റെ ഫോർമുല അറിയണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ ഇത് ഇവിടെ നോക്കിയാൽ മതി. ഇതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫോർമുല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണണമെന്നുള്ളവർക്ക് നോക്കിയാൽ അറിയാൻ സാധിക്കും. ഇവിടെ തെറ്റ് അല്ല ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഈ കോളത്തിലുള്ളതെല്ലാം നമ്മൾ അവസാനമാണ് ഇവിടെ കൂട്ടി 1.78 ആയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഡിഫറൻസ് കാണുന്നത്, ഈ കോളത്തിൽ നിങ്ങൾ ഡിഫറൻസ് കാണുന്നതിന് കാരണം ഇവിടെ കിട്ടിയിരിക്കുന്ന പൈസയും ഇതും അതിൻ്റെ കോമ്പൗണ്ട് ഇൻട്രസ്റ്റും എല്ലാം ചേർത്താണ് നമ്മളിവിടെ ഈ ടേബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് 20 വർഷത്തിൽ നിങ്ങൾ ലഭിക്കുന്നത് 4.78 കോടിയാണ് ഇൻവെസ്റ്റ് ചെയ്താൽ. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെന്നുള്ളവർക്ക്, സ്വന്തമായിട്ട് ചെയ്ത് കാൽക്കുലേഷൻ ചെയ്യണമെന്നുള്ളവർക്ക് ഈ ഫോർമുല യൂസ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നമുക്കൊരു മോട്ടിവേഷന് വേണ്ടി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മൾ കൂടുതൽ വീഡിയോ ഇടുന്നതിനുള്ള പ്രചോദനമായിട്ട് നിങ്ങളുടെ ഓരോ ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. താങ്ക് യു.